ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കേറ്റഡ് കാറ്റഗറി 3യുടെ അഡോളസൻസ് സൈക്കോളജി തിയറീസ് ഓഫ് ലേണിംഗ് ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന പാർട്ട് 1 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസറുമായിട്ടാണ്. ഓക്കെ, ഇത് ആൻസർ കീ, അവരുടെ ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ആൻസർ കീസാണ്. അപ്പോൾ നമുക്ക് നോക്കാം. First question, which of the following is not included in professional ethics for school teacher? താഴെ തന്നിരിക്കുന്നവ പ്രൊഫഷണൽ എത്തിക്സിൽ ഉൾപ്പെടാത്തത്, സ്കൂൾ ടീച്ചറിൻ്റെ പ്രൊഫഷണൽ എത്തിക്സിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നുള്ളതാണ്. ട്രീറ്റ്സ് ആൾ സ്റ്റുഡൻസ് വിത്ത് ലവ് ആൻഡ് അഫെക്ഷൻ, ഫെസിലിറ്റേറ്റ്സ് ഫിസിക്കൽ, സോഷ്യൽ, ഇൻ്റലക്ച്വൽ, ഇമോഷണൽ ആൻഡ് മോറൽ ഡെവലപ്മെൻറ്റ് ഓഫ് സ്റ്റുഡൻറ്റ്, ഇഗ്നോർ മാൽ പ്രാക്ടീസ് ഓഫ് സ്റ്റുഡൻസ് ഇൻ examination hall, protects a child from all forms of sexual abuse. അപ്പോൾ ഇതിനകത്ത് ഉൾപ്പെടാത്തത് ഏതാണ്? ഇഗ്നോർ മാൽ പ്രാക്ടീസ് ഓഫ് സ്റ്റുഡൻസ് ഇൻ എക്സാമിനേഷൻ ഹാൾ. നമ്മൾ എക്സാമിനേഷൻ ഹാളിൽ ഒരു സ്റ്റുഡൻറ്റ് എന്തെങ്കിലും ഒരു മാൽ പ്രാക്ടീസ് നടത്തി കഴിഞ്ഞാൽ അത് ഇഗ്നോർ ചെയ്ത് കളയാൻ പാടുണ്ടോ? ഇല്ല. ഒരു ടീച്ചർ അതൊരിക്കലും ഇഗ്നോർ ചെയ്ത് കളയാൻ പാടുള്ളതല്ല. സെക്കൻഡ്, according to Abraham Maslow, the need placed at the bottom of hierarchy of needs. അപ്പോൾ ഹയറാർക്കി ഓഫ് നീഡ്സ് ആരുടെയാണ്? ഇതിനകത്തൊന്നും 2 ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്ക് നോക്കാം. ഹയറാർക്കി ഓഫ് നീഡ്സ് എന്ന് പറയുന്നത് ആരുടെയാണ്? എബ്രഹാം മാസ്ലോവിൻ്റെയാണ് ഹയറാർക്കി ഓഫ് നീഡ്സ്. അപ്പോൾ എബ്രഹാം മാസ്ലോവിൻ്റെ ഹയറാർക്കി ഓഫ് നീഡ്സിൽ ഏറ്റവും ബോട്ടത്തിൽ വരുന്ന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഏറ്റവും ബോട്ടത്തിൽ വരുന്ന ഏതാണെന്നാണ് ഇവിടുത്തെ ചോദ്യം. അപ്പോൾ ഏറ്റവും ബോട്ടത്തിൽ വരുന്നത് ഫിസിയോളജിക്കൽ നീഡ്സ് ആണ്. ഓക്കെ, എബ്രഹാം മാസ്ലോവിൻ്റെയാണ് ഹയറാർക്കി ഓഫ് നീഡ്സ്. അപ്പോൾ അത് ഏറ്റവും ബോട്ടത്തിൽ വരുന്നത് ഏതാണ്? ഇറ്റ്സ് ഫിസിയോളജിക്കൽ നീഡ്സ് ആണ് ഏറ്റവും ബോട്ടത്തിൽ വരുന്നത്. ടോപ്പിൽ വരുന്നതോ? ഏറ്റവും ടോപ്പിൽ വരുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡാണ്. ഓക്കെ, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡാണ് ഏറ്റവും ടോപ്പിൽ വരുന്നത്. സെൽഫ് ആക്ച്വലൈസേഷൻ നീഡാണ്. ഓക്കെ, അതുപോലെ തന്നെ എബ്രഹാം മാസ്ലോവിനെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത് 2-3 പോയിൻറ്റും കൂടെ ഒന്ന് ഓർത്ത് പോവാം. മോട്ടിവേഷൻ തിയറി ആരുടെയാണ്? അത് എബ്രഹാം മാസ്ലോവിൻ്റെയാണ്. മോട്ടിവേഷൻ തിയറി എബ്രഹാം മാസ്ലോവിൻ്റെയാണ്. അതുപോലെ തന്നെ ലെവൽ ഓഫ് ആസ്പിറേഷൻ, അതും ആ ഒരു ടേം ഹയറാർക്കി ഓഫ് നീഡ്സിൽ വരുന്നതാണ്. ലെവൽ ഓഫ് ആസ്പിറേഷൻ എന്ന് പറയുന്നത് അതും ആരുടെയാണ്? എബ്രഹാം മാസ്ലോവിൻ്റെയാണ്. ഓക്കെ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഹയറാർക്കി ഓഫ് നീഡ്സ് അതിൻ്റെയാണ്. ഡെഫിഷ്യൻസി നീഡ്സും ഉണ്ട്, ഗ്രോത്ത് നീഡ്സും ഉണ്ട്. ഓക്കെ, ഡെഫിഷ്യൻസി നീഡും വരുന്നുണ്ട്, ഗ്രോത്ത് നീഡ്സും വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ 2 മേഖലകളാണ്. ഓക്കെ, ഡെഫിഷ്യൻസി നീഡും ഗ്രോത്ത് നീഡ്സും. ഇത് ഡെഫിഷ്യൻസി നീഡിൽ വരുന്നതാണ് ഫിസിയോളജിക്കൽ നീഡ്സ്, സേഫ്റ്റി നീഡ്സ്, ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ് ഉള്ളത്. ഫിസിയോളജിക്കൽ നീഡ്സും സേഫ്റ്റി നീഡ്സും ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ് ഉള്ളത് ഏതാണ്? ഡെഫിഷ്യൻസി നീഡ്സിൽ വരുന്നതാണ്. എന്നാൽ ഗ്രോത്ത് നീഡ്സിൽ വരുന്നതാണ് എന്ത്? സെൽഫ് എസ്റ്റീമും സെൽഫ് ആക്ച്വലൈസേഷൻ എന്നുള്ളതും. സെൽഫ് എസ്റ്റീം നീഡും സെൽഫ് ആക്ച്വലൈസേഷൻ എന്നുള്ളതും ഗ്രോത്ത് നീഡിൽ വരുന്നതാണ്. ഓക്കെ, അപ്പം എബ്രഹാം മാസ്ലോവിനെ പറ്റി ഇത്രയാണ് ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ ഹയറാർക്കി ഓഫ് നീഡ്സ് എന്ന് പറയുന്നത് എബ്രഹാം മാസ്ലോവിൻ്റെതാണ്. ഹയറാർക്കി ഓഫ് നീഡ്സ്. ലെവൽ ഓഫ് ആസ്പിറേഷൻ എന്ന് പറയുന്നതും അദ്ദേഹത്തിൻ്റെ തന്നെ ടേമാണ്. അതുപോലെ തന്നെ മോട്ടിവേഷൻ തിയറിയും ആരുടെയാണ്? എബ്രഹാം മാസ്ലോവിൻ്റെയാണ്. അദ്ദേഹത്തിൻ്റെ 2 മേഖലകളാണ് ഡെഫിഷ്യൻസി നീഡ്സും ഗ്രോത്ത് നീഡ്സും. ഡെഫിഷ്യൻസി നീഡിൽ വരുന്നതാണ് 3 പോയിൻറ്റുകളാണ്. എന്താ? ഫിസിയോളജിക്കൽ നീഡ്സ്, സേഫ്റ്റി നീഡ്സ്, ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ് ഉള്ളത്. ഗ്രോത്ത് നീഡ്സിൽ വരുന്ന 2 കാര്യങ്ങളാണ് എസ്റ്റീം നീഡ്സും സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സും. ഓക്കെ, അപ്പോൾ അതേ ചോദ്യം എന്ന് പറയുന്നത് ഏറ്റവും ബോട്ടത്തിൽ വരുന്ന ഏതാണെന്നുള്ളതാണ്. ഫിസിയോളജിക്കൽ നീഡ്സ് ആണ് ഏറ്റവും ബോട്ടത്തിൽ വരുന്നത്. ഏറ്റവും ടോപ്പിൽ വരുന്നത് ഏതാണ്? സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് ആണ്. ഓക്കെ, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് ആണ് ഏറ്റവും ടോപ്പിൽ വരുന്നത്. ക്ലിയർ ആണ്? നെക്സ്റ്റ്, with respect to the experiment of Ivan Pavlov on dog about the salivation, which among the following is mismatched option? അപ്പോൾ താഴെ തന്നിരിക്കുന്നത് പാവ്ലോവിൻ്റെയാണ്. പാവ്ലോവ് എക്സ്പെരിമെൻ്റ്, ഡോഗിൽ എക്സ്പെരിമെൻ്റ് നടത്തിയിരുന്നു. സലൈവേഷൻ ഉണ്ടാവുകയും ആ ഒരു എക്സ്പെരിമെൻറ്റിൽ
ആയിട്ട് ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നത് മിസ്മാച്ച്ഡ് ഓപ്ഷൻ ഏതാണെന്ന് ചോദിച്ചത്. ഫുഡെന്ന് പറയുന്നത് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ്. ശരിയാണ്, ഫുഡെന്ന് പറയുന്നത് ഒരു അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ്. റിങ്ങിങ് ഓഫ് ബെല്ല് കണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ്. അപ്പോൾ അന്ന് ഇവാൻ പാവ്ലോവ് ചെയ്തതെന്ന് പറയുന്നത് ഫുഡ് നമുക്ക് ഡോഗ്സിന് ഫുഡ് കൊടുക്കുമ്പം ഫുഡ് കാണുമ്പോൾ ഡോഗ് എന്ത് ചെയ്യും, സലൈവേസേഷൻ നടത്തും. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, ഈ ഫുഡ് കൊടുക്കുന്നതിൻ്റെ കൂടത്തിൽ ഒരു ബെല്ലും കൂടെ അല്ലെങ്കിൽ ഒരു മണി എന്ത് ചെയ്ത് ഇങ്ങനെ മുഴക്കിക്കൊണ്ടിരുന്നു. സോ അതിനോടൊപ്പം ഇത് 2-3 തവണ ആവർത്തിച്ചപ്പം ഫുഡ് കൊടുക്കാതെ തന്നെ അദ്ദേഹം എന്ത് ചെയ്ത് ബെല്ല് മാത്രം അടിക്കുമ്പോഴും എന്ത് ചെയ്ത് ഡോഗ് ഫുഡ് ഉണ്ടെന്ന് കരുതി പെട്ടെന്ന് എന്ത് ചെയ്യും, സലൈവേസേഷൻ നടത്തുന്നു. അപ്പോൾ അത് റിങ്ങിങ് ഓഫ് ബെൽ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻഡ് സ്റ്റിമുലസ് ആയിരുന്നു. സെക്രീഷൻ ഓഫ് സലൈവ ഇൻ പ്രസൻസ് ഓഫ് ഫുഡ് അതൊരു നാച്ചുറൽ റെസ്പോൺസാണ്, അത് ശരിയാണ്. സെക്രീഷൻ ഓഫ് സലൈവ വെൻ ഓൺലി ബെൽ ഈസ് റാങ് എന്ന് പറയുന്നത് അൺകണ്ടീഷൻഡ് റെസ്പോൺസാണ്. ഓക്കെ, സെക്രീഷൻ ഓഫ് സലൈവ വെൻ ഓൺലി ബെല്ല് അടിക്കുമ്പം പെട്ടെന്ന് സലൈവേസേഷൻ ഉണ്ടാകുന്നെന്ന് പറയുന്നത് ഒരു അൺകണ്ടീഷൻഡ് റെസ്പോൺസാണ്. ഓക്കെ, അൺകണ്ടീഷൻഡ് റെസ്പോൺസാണ് എന്ത്, സെക്രീഷൻ ഓഫ് സലൈവ വെൻ ഓൺലി ബെൽ ഈസ് റാങ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അവിടുത്തെ മിസ്മാച്ച് ചെയ്തിരിക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് അതാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അൺകണ്ടീഷൻഡ് റെസ്പോൺസ് അല്ല, ഇറ്റ്സ് സ്റ്റിമുലസ് ആണ്. ഓക്കെ, അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ്. സെക്രീഷൻ ഓഫ് സലൈവ വെൻ ഓൺലി ബെൻ ഈസ് റാങ്, സോറി അൺകണ്ടീഷൻഡ് ഇറ്റ്സ് എ അൺകണ്ടീഷൻഡ് അല്ല, ഇറ്റ്സ് എ കണ്ടീഷൻഡ് ആണ്. കേട്ടെ, കണ്ടീഷൻ ചെയ്തതല്ലേ, കുറേ ഇങ്ങനെ ആവർത്തിച്ച് എന്ത് ചെയ്ത് ഫുഡിനോടൊപ്പം ആദ്യം ബെല്ല് മുഴക്കി അതിനുശേഷം പിന്നെ ഫുഡ് മാറ്റിയിട്ട് ബെല്ല് മാത്രം എടുത്തിയപ്പോഴും എന്ത് ചെയ്ത് ആ ഒരു റെസ്പോൺസ് ഉണ്ടായി. അത് ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് അൺകണ്ടീഷണൽ റെസ്പോൺസ് എന്നാണ്, പക്ഷേ അതെന്താണത്, ഒരു കണ്ടീഷണൽ റെസ്പോൺസാണ്. അപ്പോൾ അതാണ് ഇവിടുത്തെ മിസ്മാച്ച് ചെയ്തിരിക്കുന്ന ഓപ്ഷൻ. സെക്രീഷൻ ഓഫ് സലൈവ വെൻ ഓൺലി ബെൻ ഈസ് റാങ് എന്നുള്ളത് ശരിയായിട്ട് വരേണ്ടത് കണ്ടീഷൻഡ് റെസ്പോൺസാണ്. ഇവിടെ തന്നിരിക്കുന്നത് അൺകണ്ടീഷണൽ റെസ്പോൺസാണ്. അപ്പോൾ അതാണ് മിസ്മാച്ച് ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സൈക്കോളജിസ്റ്റ് ഹൂ പ്രൊപ്പോസ്ഡ് 6 സ്റ്റേജസ് ഓഫ് മോറൽ ഡെവലപ്മെൻറ്റ്. മോറൽ ഡെവലപ്മെൻറ്റ് ആരുടെയാണ്? ലോറൻസ് കോൾബർഗിൻ്റെയാണ് മോറൽ ഡെവലപ്മെൻറ്റ്. ലോറൻസ് കോൾബർഗിൻ്റെയാണ് എന്താ മോറൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. മോറൽ ഡെവലപ്മെൻറ്റ് 6 സ്റ്റേജസ് ഓഫ് മോറൽ ഡെവലപ്മെൻറ്റ് കൊണ്ടുവന്നത് ആരാണ്? ലോറൻസ് കോൾബർഗ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ സ്റ്റുഡൻറ്റ് ഈസ് റിവാർഡഡ് ഫോർ എ വെരി കറക്റ്റ് ആൻസർ ഹൂ ഗീവ്സ് ടു ദ ക്വസ്റ്റ്യൻ പുട്ട് ബൈ ദ ടീച്ചർ. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് കണ്ടിന്യൂസ് റീഎൻഫോഴ്സ്മെൻറ്റ് ഷെഡ്യൂൾ. ഒരു കുട്ടി ഓരോ കറക്റ്റ് ആൻസറിനും കുട്ടിക്ക് വേണ്ടി റിവാർഡ് കൊടുക്കുന്നു. ഇതെന്താണ്? ഒരു കണ്ടിന്യൂസ് റീഎൻഫോഴ്സ്മെൻറ്റ് ഷെഡ്യൂളാണ്. നെക്സ്റ്റ്, എറിക്സൺ പുട്ട് ഫോർ ഡിഫറെൻറ്റ് life stages through which an individual develops. The stage which is most applicable for adolescent. അപ്പോൾ അഡോളസൻ്റ് ആപ്ലിക്കബിൾ ആയിട്ടുള്ള സ്റ്റേജസ് ആണ് എറിക്സൻ്റെ ആണ്. അപ്പോൾ എറിക്സൻ്റെ ആണ് സൈക്കോസോഷ്യൽ ഡെവലപ്മെൻറ്റ്, മനോസാമൂഹിക വികാസം. സൈക്കോസോഷ്യൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ആരുടെയാണ്? എറിക്സൻ്റെയാണ്. എറിക്സൻ്റെയാണ് സൈക്കോസോഷ്യൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റേജസുകൾ 8 സ്റ്റേജസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്. ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് എന്ന് പറയുന്നത് ഇൻഫാൻസിയിൽ കാലഘട്ടം, ജനനം തൊട്ട് ഏകദേശം ഒരു 1.5 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണ് ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ഘട്ടം, ഒരു സ്റ്റേജ് കടന്നു പോകുന്നത്. ഇനി സെക്കൻഡ് സ്റ്റേജാണ് ആട്ടോണമി വേഴ്സസ് ഡൗട്ട് അല്ലെങ്കിൽ ഷെയിം. ആട്ടോണമി വേഴ്സസ് ഡൗട്ട് അല്ലെങ്കിൽ ഷെയിം അതെന്ന് പറയുന്നത് 1.5 വയസ്സ് തൊട്ട് ഒരു 3 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് ആട്ടോണമി വേഴ്സസ് ഡൗട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി. ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി. ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി എന്ന് പറയുന്നത് 6 തൊട്ട് 12 വയസ്സ് വരെയുള്ള, അതായത് എലമെൻ്ററി സ്കോളർ
കാലഘട്ടമാണ്. ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫ്യൂരിറ്റി. ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷനാണ് അഡോളസൻ ഏജിൽ വരുന്നത്. ഓക്കെ, അഡോളസൻ ഏജിൽ വരുന്നത് ഏതാണ്? ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷനാണ്. ഇനി ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ എന്ന് പറയുന്നത് ഏതാണ്? ഏർലി അഡൽട്ട്ഹുഡിലാണ്. അതായത് 18 തൊട്ട് 35 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ വരുന്നത്. കഴിഞ്ഞ RRBയുടെ ടീച്ചർ എക്സാമിനേഷൻ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. എറിക് എറിക്സന്റെ ഇൻറ്റിമസി വേഴ്സസ് സ്റ്റാഗ്നേഷൻ ഈ കാലഘട്ടം അതെന്ന് പറയുന്നത് ഏർലി അഡൽട്ട്ഹുഡിലായിരുന്നു. ഓക്കെ, ഏർലി അഡൽട്ട്ഹുഡിലായിരുന്നു. ഇനി ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷനോ അത് മിഡിൽ അഡൽട്ട്ഹുഡിലാണ്. ഈഗോ ഇൻറ്റഗ്രിറ്റി വേഴ്സസ് ഡിസ്പെയർ 60 വയസ്സിന് മുകളിലുള്ളവരാണ്. ഓക്കെ, ഇത്രയാണ് എറിക്സൻ്റെ 8 സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ്. അത് മിക്കവാറും ചോദിച്ചു വരുന്നതാണ്. ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ് ഇൻഫാൻസിയിൽ, പിന്നെ അതുപോലെ തന്നെ ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ അഡോളസൻസിൽ, ഇൻറ്റിമസി വേഴ്സസ് സ്റ്റാഗ്നേഷൻ അത് അഡൽട്ട്ഹുഡിൽ. ഈ ഒരു 3 സ്റ്റേജ് മിക്കവാറും ചോദിച്ചു കണ്ടുവരുന്നതാണ്. പിന്നെ ഈഗോ ഇൻറ്റഗ്രിറ്റി വരുന്നത് 60 വയസ്സിന് മുകളിലാണ്, ഓൾഡ് ഏജിലാണ്. ഓക്കെ, ഓൾഡ് ഏജിലാണ്, അതുകൊണ്ട് ഓർത്ത് വെക്കുക. നെക്സ്റ്റ്, വിച്ച് എമംഗ് ദി ഫോളോവിങ് ഈസ് റോങ്ലി സ്റ്റേറ്റഡ് ഡെവലപ്മെൻറ്റൽ പ്രിൻസിപ്പിൾ? താഴെ തന്നിരിക്കുന്നത് ഈ ഡെവലപ്മെൻറ്റൽ പ്രിൻസിപ്പിളുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതാണെന്നാണ്. ഡെവലപ്മെൻറ്റ് ഡിപ്പെൻഡ്സ് ഓൺ മെച്ചുറേഷൻ ആൻഡ് ലേണിംഗ്. ശരിയാണ്, ഡെവലപ്മെൻറ്റ് മെച്ചുറേഷനെയും ലേണിങ്ങിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഡെവലപ്മെൻറ്റ് ഫോളോസ് സെഫാലോകോഡൽ ടെൻഡൻസി. ഡെവലപ്മെൻറ്റ് സെഫാലോകോഡൽ ടെൻഡൻസി ഫോളോ ചെയ്യുന്നുണ്ട്. ശരിയാണ്. ഈ സെഫാലോകോഡൽ ടെൻഡൻസി എന്ന് പറയുന്നത് അതായത് സെൻട്രിൽ നിന്ന് വെളിയിലോട്ടെന്നുള്ള ഡെവലപ്മെൻറ്റ് എപ്പോഴും സെൻട്രിൽ നിന്ന് വെളിയിലോട്ടായിരിക്കും നടക്കുന്നതെന്ന്. ഓക്കെ, ഡെവലപ്മെൻറ്റ് ഡിപ്പെൻഡ് ഓൺ ഹെറിഡിറ്റി ആൻഡ് എൻവയൺമെൻറ്റ്. ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഹെറിഡിറ്റി എൻവയൺമെൻറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതും ശരിയാണല്ലോ. ഡെവലപ്മെൻറ്റ് പ്രൊസീഡ് ഫ്രം സ്പെസിഫിക് ടു ജനറൽ. അത് തെറ്റായ പ്രസ്താവനയാണ്. ഡെവലപ്മെൻറ്റ് പ്രൊസീഡ് ഫ്രം സ്പെസിഫിക് ടു ജനറൽ എന്നുള്ളത് തെറ്റായ പ്രസ്താവനയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. CCE എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷനാണ് CCE. ഇനി CCE എന്നുള്ളത് അതുപോലെ തന്നെ കുറച്ച് പ്രൊനൗൺസിയേഷൻ നമ്മൾ പോലെ തന്നെ മറ്റു കുറച്ച് പ്രൊനൗൺസിയേഷൻ കൂടെ ഓർത്ത് വെച്ചിരിക്കണം. അതായത് NCF എന്ന് പറയുന്നത് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക്, KCF എന്ന് പറയുന്നത് കേരള കരിക്കുലം ഫ്രെയിംവർക്ക്, NCERT എന്ന് പറയുന്നത് നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്, NCTE ആണെങ്കിലോ നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷനാണ് NCTE. ഇനി SCERT എന്ന് പറഞ്ഞാലോ സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. അതുപോലെ തന്നെ NCFTE നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ, NEP നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. അപ്പോൾ ഇതിൻ്റെയൊക്കെ അബ്രിവേഷൻ ഒന്ന് ഓർത്ത് വച്ചിരിക്കുക. ഓക്കെ, ഒന്നാണ് CWSN എന്നുള്ളത്. CWSN എന്ന് പറഞ്ഞാൽ എന്തുവാ? ചൈൽഡ് വിത്ത് സ്പെഷ്യൽ നീഡ് എന്നുള്ളതാണ് CWSN. ഓക്കെ, ചൈൽഡ് വിത്ത് സ്പെഷ്യൽ നീഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർ പ്രൊവൈഡിങ് സ്പേസ് ഫോർ പേരൻസ് ആൻഡ് സൊസൈറ്റി ഇൻ സ്കൂളിംഗ്, ദ കൺസെപ്റ്റ് ഓഫ് വില്ലേജ് ആസ് എ സ്കൂൾ വാസ് സജസ്റ്റഡ്. വില്ലേജ് ആസ് എ സ്കൂൾ എന്നുള്ളൊരു കൺസെപ്റ്റ് സജസ്റ്റ് ചെയ്തത് ഏതാണ്? NCF 2005 2005 NCF ആണ് ദ കൺസെപ്റ്റ് വില്ലേജ് ആസ് എ സ്കൂൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഗ്രാമത്തിനെ സ്കൂളായിട്ട് തന്നെ കണക്കാക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റിനെ കൊണ്ടുവന്നത് NCF നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് 2005 ഓക്കെ, നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് 2005.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ റൈറ്റ് ഓഫ് ചിൽഡ്രൻ ടു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ആക്ട് 2009 എലമെൻ്ററി എഡ്യൂക്കേഷൻ മീൻസ് എഡ്യൂക്കേഷൻ ഫ്രം 2009 റൈറ്റ് ഓഫ് ചിൽഡ്രൻ ടു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ 2009 ഈ ഒരു ആക്ട് പ്രകാരം എലമെൻ്ററി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ക്ലാസ് തൊട്ട് 8th ക്ലാസ് വരെയുള്ളതാണ്. ഓക്കെ, ഫസ്റ്റ് ക്ലാസ് തൊട്ട് 8th ക്ലാസ് വരെയുള്ളതാണ് എലമെൻ്ററി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. 1ാം ക്ലാസ് തൊട്ട് 8ാം ക്ലാസ് വരെയാണ് എലമെൻ്ററി എഡ്യൂക്കേഷൻ. ഓക്കെ, 2009 ആക്ട് പ്രകാരമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ റീഅപ്പിയറൻസ് ഓഫ് an extinguished conditional response after an interval in which the pairing of conditioned stimulus and unconditioned stimulus has not been repeated is called. The reappearance of extinguished conditional response after an interval in which the pairing of conditioned stimulus and unconditioned stimulus has not been repeated is called spontaneous recovery. Next, data relating to a specific topic is collected, analyzed and presented as a paper for the benefit of others. This teaching learning strategy, ഡേറ്റ ഒരു സ്പെസിഫിക് ടോപ്പിനെ പറ്റിയിട്ടുള്ള ഒരു ഡേറ്റ കളക്ട് ചെയ്യുക, അനലൈസ് ചെയ്യുക, അത് ഒരു പേപ്പറായിട്ട് പ്രസൻറ്റ് ചെയ്യുക, അതിനുശേഷം അതിൻ്റെ ബെനിഫിറ്റ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രസൻറ്റ് ചെയ്യുക. ഈ ഒരു ടീച്ചിങ് ലേണിംഗ് സ്ട്രാറ്റജിയെ പറയുന്നതാണ് സെമിനാർ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ സെമിനാറിന് വേണ്ടി നമ്മൾ ആദ്യം എന്തെങ്കിലും ഒരു ടോപ്പിക് എടുക്കും, അതിനെ പറ്റിയിട്ടുള്ള ഡേറ്റ കളക്ട് ചെയ്യും, അതിനുശേഷം അത് അനലൈസ് ചെയ്യും, അതിനുശേഷം അത് എന്തെങ്കിലും ഒരു പേപ്പറായിട്ട് പ്രസൻറ്റ് ചെയ്യും. The theory of ideals is a theory related to transfer of learning. Theory of ideals was put forward. Theory of ideals എന്ന് പറയുന്ന ട്രാൻസ്ഫർ ഓഫ് ലേണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട തിയറിയാണ് തിയറി ഓഫ് ഐഡിയൽസ്. ഈ ഒരു തിയറി കൊണ്ടുവന്നതാരാണ്? WC ബാഗ്ലി ആണ്. ഓക്കെ, WC ബാഗ്ലി ആണ് തിയറി ഓഫ് ഐഡിയൽസ് കൊണ്ടുവന്നത്. WC ബാഗ്ലി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ The individual with the following characteristic belong to. Individual with the following characteristic. താഴെ തന്നിരിക്കുന്ന ക്യാരക്ടറിസ്റ്റിക് ഉള്ള ഇൻഡിവിജ്വൽസ് ഏതാണ്? Interest in abstract thinking, superior in general knowledge, novelty in work and concentration in work, maturity in emotional expression, confidence in performance. ഇത്രയും കാര്യങ്ങൾ ഉള്ള ഈ ഒരു 5 ക്വാളിറ്റി ഉള്ള കുട്ടികളെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഗിഫ്റ്റഡ് ചിൽഡ്രൻ എന്നാണ്. ഓക്കെ, ഗിഫ്റ്റഡ് ചിൽഡ്രൻ എന്നാണ് വിളിക്കുന്നത്. അബ്സ്ട്രാക്റ്റ് തിങ്കിങ്ങും നല്ല സുപ്പീരിയർ ജനറൽ നോളേജും നല്ല വർക്ക് കോൺസെൻട്രേഷനും ഇമോഷണൽ എക്സ്പ്രഷനും മെച്യൂരിറ്റിയും ഉള്ള കോൺഫിഡൻസും ഉള്ള കുട്ടികളെ വിളിക്കുന്നത് ഗിഫ്റ്റഡ് ചിൽഡ്രൻ എന്നാണ്. A new behavior is learned but not demonstrated until reinforcement is provided for displaying it. This type of cognitive learning is known as latent learning. ഒരു പുതിയൊരു ബിഹേവിയർ ലേൺ ചെയ്തു, പക്ഷേ അതെന്ത് ചെയ്യുന്നില്ല? ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നില്ല. ഒരു റീഎൻഫോഴ്സ് കിട്ടുന്നത് അണ്ടിൽ റീഎൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ്, റീഎൻഫോഴ്സ്മെൻറ്റ് കിട്ടുന്നത് വരെ ആ കുട്ടി എന്ത് ചെയ്യുന്നത്? ഒരു പുതിയ ബിഹേവിയർ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നില്ല. ഈ ഒരു ടൈപ്പ് ലേണിങ്ങിനെ പറയുന്ന പേരാണ് ലേറ്റൻറ്റ് ലേണിംഗ് എന്നൊക്കെ. ലേറ്റൻറ്റ് ലേണിംഗ്. നെക്സ്റ്റ്, ഡെവലപ്മെൻറ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഈസ് ആൾവേസ് എംബെഡഡ് ഇൻ സോഷ്യോ കൾച്ചറൽ കോണ്ടെക്സ്റ്റ്, the one which refers to events that happens to individual's life directly. ഡെവലപ്മെൻറ്റ്, ഒരു കുട്ടിയുടെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സോഷ്യോ കൾച്ചറൽ കോണ്ടെക്സ്റ്റിൽ എംബെഡഡ് ആയിരിക്കും. The one which refers to the events that happens to individual life directly. അത് അവൻ്റെ ലൈഫിൽ ഡയറക്റ്റായിട്ട് നടക്കുകയും ചെയ്യും. ഈ ഒരു ഇതിനെ പറയുന്ന പേരെന്താണ്? ക്രോണോ സിസ്റ്റം എന്നാണ്. ഓക്കെ, ദ വൺ വിച്ച് റെഫേഴ്സ് ടു ദ ഇവൻറ്റ്സ് ദാറ്റ് ഹാപ്പൻസ് ടു ഇൻഡിവിജ്വൽ ലൈഫ് ഡയറക്ട്ലി ഈസ് ക്രോണോ സിസ്റ്റം എന്നാണ് പറയുന്നത്. ഓക്കെ, പോർട്ട്ഫോളിയോ ഈസ് എ കളക്ഷൻ ഓഫ് ആൾ പ്രോഡക്റ്റ് ഫോംഡ് ഡ്യൂറിങ് ദ വേരിയസ് സ്റ്റേജസ് ഓഫ് ലേണിംഗ് ആക്ടിവിറ്റീസ്. വിച്ച് ഓഫ് ദി ഫോളോവിങ് കനോട്ട് ബി ആൻ ഇൻഡിക്കേറ്റർ ഓഫ് പോർട്ട്ഫോളിയോ അസസ്മെൻറ്റ്. പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് നമുക്കറിയാം വേരിയസ് സ്റ്റേജസ് ഓഫ് ലേണിംഗ് ആക്ടിവിറ്റീസിൻ്റെ വേരിയസ് സ്റ്റേജസിൽ ഉണ്ടാകുന്ന എല്ലാ പ്രോഡക്ട്സുകളുടെയും ഒരു കളക്ഷൻ്റെ ഒരു പോർട്ട്ഫോളിയോ ആണ് എന്തെന്ന് പറയുന്നത്?
കളക്ഷൻ അല്ലെങ്കിൽ ഒരു ഡേറ്റകളുടെ എല്ലാം കൂടെ ഒരു കളക്ഷനാണ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. അപ്പോൾ പോർട്ട്ഫോളിയോയുടെ ഇൻഡിക്കേറ്റർ അല്ലാത്തത് എന്താണെന്ന് ചോദിച്ചത്. ഓക്കെ, അല്ലാത്തതാണ് യൂസ് ഓഫ് എക്സ്പെൻസീവ് മെറ്റീരിയൽ ഇൻ ക്രിയേറ്റീവ് വർക്ക് എന്നുള്ളത്. ക്രിയേറ്റീവ് വർക്കിന് വേണ്ടി എക്സ്പെൻസീവ് മെറ്റീരിയൽ ഉപയോഗിക്കാൻ പാടുള്ളതല്ല പോർട്ട്ഫോളിയോ അസസ്മെൻറ്റിൽ. അപ്പോൾ അത് ഒരു ഇൻഡിക്കേറ്റർ അല്ല, യൂസ് ഓഫ് എക്സ്പെൻസീവ് മെറ്റീരിയൽ ഇൻ ക്രിയേറ്റീവ് വർക്ക്. ഓക്കെ, ക്രിയേറ്റീവ് വർക്കിന് വേണ്ടി എക്സ്പെൻസീവ് മെറ്റീരിയൽ യൂസ് ചെയ്യുക എന്നുള്ളത് ഒരു പോർട്ട്ഫോളിയോ അസസ്മെൻറ്റ് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ അല്ല. എ ടൈപ്പ് ഓഫ് ലേണിംഗ് കർവ് ഈസ് ഗിവൺ, ഇറ്റ് ഇൻഡിക്കേറ്റ്സ്. ഈ തന്നിരിക്കുന്ന ലേണിംഗ് കർവ് എന്ന് പറയുന്നത് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്? സ്ലോ ഇനിഷ്യൽ ഇംപ്രൂവ്മെൻ്റ് ഇൻ ലേണിംഗ് ആണ്. ഓക്കെ, ഇത് സ്ലോ ഇനിഷ്യൽ ഇംപ്രൂവ്മെൻ്റ് ലേണിങ്ങിലുള്ള ഒരു ചെറിയ സ്ലോ ഇനിഷ്യൽ ഇംപ്രൂവ്മെൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ കമ്പോണൻസ് ഓഫ് ഈഗോസെൻട്രിസം ഇൻ അഡോളസൻസ് സജസ്റ്റഡ് ബൈ ഡേവിഡ് എൽകിൻസ് ആർ. ഡേവിഡ് എൽകിൻസ് സജസ്റ്റ് ചെയ്ത അഡോളസൻസിൻ്റെ ഈഗോസെൻട്രിസത്തിൻ്റെ കമ്പോണൻസ് ഏതൊക്കെയാണ്? ഇമാജിനറി ഓഡിയൻസും പേഴ്സണൽ ഫേബിളും. ഇമാജിനറി ഓഡിയൻസും പേഴ്സണൽ ഫേബിളുമാണ് ഈഗോസെൻട്രിസത്തിൻ്റെ കമ്പോണൻ്റുകൾ. അപ്പോൾ ഈഗോസെൻട്രിസത്തിൻ്റെ കമ്പോണൻ്റുകൾ ഏതൊക്കെയാണ്? ഇമാജിനറി ഓഡിയൻസ് ആൻഡ് പേഴ്സണൽ ഫേബിൾസ്. സജസ്റ്റ് ചെയ്തത് ആരാണ്? ഡേവിഡ് എൽകിൻഡ് ആണ്. ഓക്കെ, ഡേവിഡ് എൽകിൻഡ്. ഈഗോസെൻട്രിസം സജസ്റ്റ് ചെയ്തത് ഡേവിഡ് എൽകിൻഡ് ആണ്. അദ്ദേഹത്തിൻ്റെ കമ്പോണൻസ് ഏതൊക്കെയാണ്? ഇമാജിനറി ഓഡിയൻസും പേഴ്സണൽ ഫേബിളും. വിച്ച് ഓഫ് ദി ഫോളോവിങ് ആർ സൈക്കോളജിക്കൽ ബാരിയേഴ്സ് ഫോർ ദി ടീച്ചർ ഇൻ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ്? പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള സൈക്കോളജിക്കൽ ബാരിയേഴ്സ്. സോറി ഫോർ ഡിസ്റ്റർബൻസ്. ഇവിടെ ഒരു പൂച്ചയുണ്ട്, അവളെ ഡിസ്റ്റർബ് ചെയ്തതാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഔട്ടാണ്. വിച്ച് ഓഫ് ദി ഫോളോവിങ് ആർ സൈക്കോളജിക്കൽ ബാരിയേഴ്സ് ഫോർ എ ടീച്ചർ ഇൻ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ്? പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ടീച്ചറിൻ്റെ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള സൈക്കോളജിക്കൽ ബാരിയേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ലാക്ക് ഓഫ് മോട്ടിവേഷൻ, lack of confidence, lack of financial facilities, lack of positive attitude, lack of physical facilities. അപ്പോൾ ഇതിൽ ഫിസിയോളജിക്കൽ ബാരിയേഴ്സ് ഏതൊക്കെയാണ്? ഒന്ന് ലാക്ക് ഓഫ് മോട്ടിവേഷൻ, ലാക്ക് ഓഫ് കോൺഫിഡൻസ്, ലാക്ക് ഓഫ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. ഈ 3 എണ്ണമാണ് ബാരിയേഴ്സായിട്ട് വരുന്നത്. ഒരു പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ്, ടീച്ചറിൻ്റെ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റിന് തടസ്സം വരുത്തുന്ന കാര്യങ്ങളാണ് മോട്ടിവേഷൻ്റെ കുറവും, കോൺഫിഡൻസ് ഇല്ലായ്മയും, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഇല്ലായ്മയും. ഓക്കെ, ലോ ഓഫ് അനലോഗി ഈസ് ആപ്ലിക്കബിൾ ഇൻ ലേണിംഗ്. വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റിലേറ്റഡ് ടു ലോ ഓഫ് അനലോഗി? ലേണിംഗ് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ലോ ഓഫ് അനലോഗി എന്ന് പറയുന്നത്. അപ്പം ലോ ഓഫ് അനലോഗിക്കകത്ത് റിലേറ്റ് ചെയ്ത സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ആൻ ഇൻഡിവിജ്വൽ റെസ്പോൺസ് ടു എ ന്യൂ സിറ്റുവേഷൻ ഓൺ ദി ബേസിസ് ഓഫ് റെസ്പോൺസസ് മെയ്ഡ് ബൈ ഹിം ഇൻ സിമിലർ സിറ്റുവേഷൻ ഇൻ ദി പാസ്റ്റ്. ഏതാണ്? ഒരു ഇൻഡിവിജ്വൽ റെസ്പോൺസ് ടു എ ന്യൂ സിറ്റുവേഷൻ, ഒരു പുതിയ സിറ്റുവേഷനിൽ ഒരു ഇൻഡിവിജ്വൽ റെസ്പോൺസ് ചെയ്യുക on the basis of the responses made by him in similar situation in the past. പാസ്റ്റിൽ ഉണ്ടായ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ, ആ ഒരു സിറ്റുവേഷൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു? ഒരു ഇൻഡിവിജ്വൽ ഒരു പുതിയ സിറ്റുവേഷനിൽ റെസ്പോണ്ട് ചെയ്യുന്നു. അതാണ് ലോ ഓഫ് അനലോഗി പറയുന്നത്. ഓക്കെ, നമ്മൾ മുൻപ് എന്തെങ്കിലും ഒരു പാസ്റ്റിൽ എൻ്റെ സിറ്റുവേഷൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബേസിസിൽ നമ്മൾ പുതിയൊരു സിറ്റുവേഷൻ, അതുമായിട്ട് സിമിലർ ചെയ്ത ഒരു പുതിയ സിറ്റുവേഷൻ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ആ പഴയ സിറ്റുവേഷന് ബേസിസ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു പുതിയ സിറ്റുവേഷനെ റെസ്പോണ്ട് ചെയ്യാൻ കാരണമാവുന്നു. അപ്പോൾ ഇതാണ് ലോ ഓഫ് അനലോഗി. ഓക്കെ, വിച്ച് among the following is not a general characteristic of creative person? ഒരു ക്രിയേറ്റീവ് പേഴ്സണിന്
ജനറൽ ക്യാരക്ടറിസ്റ്റിക്കിന് കാരണമല്ലാത്ത ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. റിലക്റ്റൻറ്റ് ടു ട്രാൻസ്ഫർ ലേണിംഗ് ഫ്രം വൺ സിറ്റുവേഷൻ ടു അനദർ. റിലക്റ്റൻറ്റ് ടു ട്രാൻസ്ഫർ ലേണിംഗ് ഫ്രം വൺ സിറ്റുവേഷൻ ടു അനദർ എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ക്രിയേറ്റീവ് പേഴ്സണിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? പോസസ് ഹൈ ഡിഗ്രി ഓഫ് സെൻസിറ്റിവിറ്റി ടുവാർഡ്സ് പ്രോബ്ലം, ഷോ ഫ്ലെക്സിബിൾ ഇൻ തിങ്കിങ്, ഫീലിംഗ് ആൻഡ് ഡൂയിങ് ബിഹേവിയർ, പോസസ് ഗുഡ് മെമ്മറി ആൻഡ് ബ്രോഡ് നോളേജ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ക്യാരക്ടറിസ്റ്റിക് അല്ലാത്തതെന്നുള്ളതാണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക് ആയതും കൂടെ നമ്മളൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു ഹെർബർട്ട്, ദ ഡിഫറെൻറ്റ് സ്റ്റെപ്പ് ദാറ്റ് ക്യാൻ ബി അഡോപ്റ്റഡ് ഇൻ ടീച്ചിങ് പ്രോസസ്. ഹെർബർട്ടിൻ്റെ താല്പര്യപ്രകാരം ടീച്ചിങ് പ്രോസസ്സിൽ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഡിഫറെൻറ്റ് സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്? പ്രിപ്പറേഷൻ, പ്രസൻറ്റേഷൻ, അസോസിയേഷൻ, ജനറലൈസേഷൻ, ആപ്ലിക്കേഷൻ. പ്രിപ്പറേഷൻ, പ്രസൻറ്റേഷൻ, അസോസിയേഷൻ, ജനറലൈസേഷൻ, ആപ്ലിക്കേഷൻ. ഇതൊക്കെയാണ്. ഒന്നും കൂടെ പറയാം. ഹെർബർട്ടിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ്: പ്രിപ്പറേഷൻ, പ്രസൻറ്റേഷൻ, അസോസിയേഷൻ, ജനറലൈസേഷൻ, ആപ്ലിക്കേഷൻ. നെക്സ്റ്റ്, വെൻ എ modifiable connection is made between a situation and a response, that connection strength is other things being equal increased, this statement refers to. When a modifiable connection is made between a situation and a response, that connection strength is other thing being equal increased. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ പറയുന്നത് ലോ ഓഫ് യൂസ് എന്ന്. എന്താണ് ലോ ഓഫ് യൂസ്? ദ പ്രീ ഡിസ്പോസിഷൻ ഓർ റെഡിനെസ് ടു റെസ്പോൺസ് ഇൻ എ പ്രീ ഡിറ്റർമിൻഡ് മാനർ ടു എ റിലവൻറ്റ് സ്റ്റിമുലസ് ഈസ് ആറ്റിറ്റ്യൂഡ്. പ്രീ ഡിസ്പോസിഷൻ ഓർ റെഡിനെസ് ടു റെസ്പോണ്ട് ഇൻ എ പ്രീ ഡിറ്റർമിൻഡ് മാനർ ടു എ റിലവൻറ്റ് സ്റ്റിമുലസ് ഈസ് ആറ്റിറ്റ്യൂഡ്. ടേണിംഗ് ദി ഹെഡ് ആൻഡ് ഓപ്പണിംഗ് ദി മൗത്ത് when touched on the cheek of a baby is a major reflex which is known as rooting. Turning the head and opening the mouth when touched on a cheek of a baby. അതായത് കുട്ടികളുടെ ചെള്ളയിൽ, കുഞ്ഞു കുട്ടികളുടെ ചെള്ളയിൽ നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ പെട്ടെന്ന് അവരെന്ത് ചെയ്യും? മൗത്ത് ഓപ്പൺ ചെയ്യും, അതുപോലെ ഹെഡ് ടേൺ ചെയ്യുകയും ചെയ്യും. ഈ ഒരു റെസ്പോൺസ്, ഈ ഒരു റിഫ്ലെക്സ് റിയാക്ഷനെ പറയുന്ന പേരാണ് റൂട്ടിംഗ് എന്നാണ് പറയുന്നത്. ഓക്കെ, റൂട്ടിംഗ്. നെക്സ്റ്റ്, സം ഐഡിയാസ് റിലേറ്റഡ് ടു ഹ്യൂമൻ ബിഹേവിയർ. ഹ്യൂമൻ ബിഹേവിയറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഐഡിയാസാണ് താഴെ തന്നിരിക്കുന്നത്. ഈ ഐഡിയാസിൽ സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞ ഐഡിയ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഐഡിയാസ് നോക്കാം. ദ ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ് ആർ ദി ബേസിക് ഗൈഡിങ് ഫാക്ടർ ഓഫ് ഹ്യൂമൻ ബിഹേവിയർ. അത് അദ്ദേഹത്തിൻ്റെയാണ്. ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ് എന്ന്, അതായത് ഹ്യൂമൻ ബിഹേവിയറിൻ്റെ ഗൈഡിങ് ഫാക്ടറാണ്, ബേസിക് ഗൈഡിങ് ഫാക്ടറാണ് എന്ത്? ബേസിക് ഇൻസ്റ്റിങ്ക്ട്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദി ജഡ്ജ്മെൻറ്റ് ആൻഡ് മാൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഇൻ ഓൺസ് ലൈഫ് ഡിപ്പെൻഡ് ഓൺ ദി ഡിഗ്രീസ് ഓഫ് ഗ്രാറ്റിഫിക്കേഷൻ ഓഫ് ഓൺസ് സെക്സ് നീഡ്. ദ അഡ്ജസ്റ്റ്മെൻറ്റ് ആൻഡ് മാൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഇൻ ഓൺസ് ലൈഫ് ഡിപ്പെൻഡ് ഓൺ ദി ഡിഗ്രീസ് ഓഫ് ഗ്രാറ്റിഫിക്കേഷൻ ഓഫ് ഓൺ സെക്സ് നീഡ്. അപ്പോൾ ഈ രണ്ടെണ്ണമാണ് എന്തെന്ന് പറയുന്നത്? സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ഐഡിയാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ അറ്റൻഷൻ, ഹൈപ്പർ ആക്ടിവിറ്റി ആൻഡ് ഇമ്പൾസിവിറ്റി ആർ ദി മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ADHD. ADHDയുടെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഇൻ അറ്റൻഷൻ, ഹൈപ്പർ ആക്ടിവിറ്റി ആൻഡ് ഇമ്പൾസിവിറ്റിയാണ്. The competency of a teacher in teaching process can be assessed on the basis of. ഒരു ടീച്ചറിൻ്റെ ടീച്ചിങ് പ്രോസസ്സിലുള്ള കോമ്പീറ്റൻസി അളക്കുന്നത് എന്തിൻ്റെ ബേസിസിലാണ്? എബിലിറ്റി ടു കേറ്റർ ദി അക്കാഡമിക് നീഡ്സ് ഇൻ ക്ലാസ് റൂം ആസ് വെൽ ആസ് നോൺ അക്കാഡമിക് നീഡ്സ് ഇൻ സ്റ്റുഡൻസ്. ഒരു കുട്ടിയുടെ അക്കാഡമിക്കും നോൺ അക്കാഡമിക്കും ആവശ്യങ്ങൾ, ക്ലാസ് റൂമിലെ അതുപോലെ തന്നെ ക്ലാസ്സിന് വെളിയിലുമായിട്ടുള്ള കാര്യങ്ങൾ കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഒരു കുട്ടിയുടെ കോമ്പീറ്റൻസി അസസ് ചെയ്യേണ്ടത്. വിച്ച് ഓഫ് ദി ഫോളോവിങ് ചലഞ്ചസ് ഫേസ്ഡ് ബൈ അഡോളസെൻ്റ് ഈസ്
നോട്ട് കൺസിഡേർഡ് ആസ് ദി ഈറ്റിംഗ് ഡിസോർഡർ. ഈറ്റിംഗ് ഡിസോർഡറായിട്ട് ചെയ്യേണ്ടാത്തതായ കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിരുന്നത്. ഒരു 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ബുലീമിയ, അനോറക്സിയ നെർവോസ, ഡെലിക്വൻസി, പിക്ക. അപ്പോൾ ഇതിനകത്ത് ഈറ്റിംഗ് ഡിസോർഡർ അല്ലാത്തത് അത് ഡെലിക്വൻസിയാണ്. ബാക്കി 3 എന്താണ്? ഈറ്റിംഗ് ഡിസോർഡറുകളാണ്. ബുലീമിയ, അനോറക്സിയ നെർവോസ, പിക്ക എന്നിവ ഈറ്റിംഗ് ഡിസോർഡറാണ്. ഡെലിക്വൻസി ഒരു ഈറ്റിംഗ് ഡിസോർഡർ അല്ല. ഓക്കെ. After presenting a controversial topic, arguments in favor and against are put forward and detailed analysis of fact is done. This learning activity is known as debate. ഒരു കോൺട്രവേഴ്സ്യൽ ടോപ്പിക്ക് പ്രസൻറ്റ് ചെയ്യുക, അതിൻ്റെ ഫേവറായിട്ടും അഗെയിൻസ്റ്റ് ആയിട്ടും കുറേ നേരം അനലൈസ് ചെയ്ത് സംസാരിച്ച് അവസാനം ഒരു ഫാക്ട്സിൽ എത്തുന്ന ഈ ഒരു ആക്ടിവിറ്റിയെ പറയുന്ന പേരാണ് ഡിബേറ്റ് എന്ന് പറയുന്നത്. എ സ്റ്റുഡൻറ്റ് ഇൻ എ ക്ലാസ് റൂം ആൾവേസ് മേക്കിംഗ് സൗണ്ട് ഡ്യൂറിങ് ടീച്ചിങ് ലേണിംഗ് പ്രോസസ് ആൻഡ് ഡിസ്റ്റർബ്സ് ഫെലോ സ്റ്റുഡൻറ്റ്സ്. ആസ് എ ഐഡിയൽ ടീച്ചർ ഹൗ യു മാനേജ് ദ സിറ്റുവേഷൻ. ഒരു സ്റ്റുഡൻറ്റ് എപ്പോഴും ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നു? സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു, മറ്റു കുട്ടികളെ ഡിസ്റ്റർബ് ചെയ്യുന്നു. അങ്ങനെ ഒരു ഐഡിയൽ ടീച്ചറാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡിറ്റർമിൻ ദ എക്സാക്റ്റ് റീസൺ ആൻഡ് ഗീവ് ഹിം കറക്റ്റീവ് മെഷേഴ്സ്. അതാണ് കറക്റ്റ് ആൻസർ. എക്സാക്റ്റ് റീസൺ, അവരുടെ പ്രശ്നം എന്താണെന്ന് എക്സാക്റ്റ് റീസൺ എന്താണെന്ന് ചോദിച്ച് അവന് കറക്റ്റായിട്ടുള്ള മെഷേഴ്സ് പറഞ്ഞു കൊടുക്കും. ഇൻ്റലിജൻറ്റ് ടെസ്റ്റ് വെയർ കണ്ടക്റ്റഡ് ഫോർ 2 individuals A and B. Their mental age were found 50 and 30. Which of the following is true? ഒരു 10 വയസ്സുള്ള കുട്ടിയുടെ 20 വയസ്സുള്ള കുട്ടികളുടെയും മെൻ്റൽ ഏജുകൾ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ട്രൂ ആയിട്ടുള്ള IQ level of both individuals same. IQ level of B is greater than A. Their level of intelligence is borderline or dull. IQ level of A is greater than B. അപ്പോൾ ഇതിനകത്ത് വരുന്നതെന്ന് പറയുന്നത് IQ level of ബോത്ത് ഇൻഡിവിജ്വൽ ആർ സെയിം എന്നുള്ളതാണ്. ഓക്കെ. IQ കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ ഉണ്ട്. എന്താണ്? ഇറ്റ്സ് മെൻ്റൽ ഏജ് ബൈ ക്രോണോണിക്കൽ ഏജ് ഇൻറ്റു 100 ചെയ്താൽ മതി. ഓക്കെ. അതായത് 50/10 ഇൻറ്റു 100ഉം 30/20 ഇൻറ്റു 100 ചെയ്യുമ്പോഴും നമുക്ക് 150 എന്നാണ് ആൻസർ കിട്ടുന്നത്. അതായത് അതിൻ്റെ IQ എന്ന് പറയുന്നത്, രണ്ടിൻ്റെ IQ എന്ന് പറയുന്നത് സെയിം ആയിട്ടായിരിക്കും വരുന്നത്. ഓക്കെ. അതാണ് അവിടുത്തെ കറക്റ്റ് ഓപ്ഷൻ. സം ക്യാരക്ടറിസ്റ്റിക് ആർ ഗിവൺ ബിലോ. ഐഡൻറ്റിഫൈ ഓൺ വിച്ച് ഈസ് നോട്ട് ക്യാരക്ടറിസ്റ്റിക് ഓഫ് അഡോളസെൻറ്റ്. അഡോളസെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക് അല്ലാത്തത് ഏതാണെന്ന് ചോദിക്കുന്നത്. ഇറ്റ് ഈസ് എ സ്റ്റേജസ് ഓഫ് ലൈഫ് that begins at the onset puberty when sexual maturity and ability to reproduce is attained. അതൊരു സ്റ്റേജസ് ആണ്, ലൈഫിൻ്റെ ഒരു സ്റ്റേജാണ്. ആ ഒരു സ്റ്റേജിലാണ് പബർട്ടിയും സെക്ഷൽ മെച്യൂരിറ്റിയും എബിലിറ്റി ടു റീപ്രൊഡ്യൂസ് അറ്റൈൻഡ് ആയ ഒരു അത് ശരിയായ ഓപ്ഷനാണ്. ത്രോ ദ ഫിസിക്കൽ ചേഞ്ചസ് ദാറ്റ് ടേക്സ് പ്ലേസ് ഡ്യൂറിങ് ദിസ് സ്റ്റേജ് ഈസ് യൂണിവേഴ്സൽ. The social and psychological dimensions of adolescence experiences depend on the cultural context. The hormones released during puberty results in the development of primary and secondary sexual characteristics. They are in pre-operational stage. അപ്പം ഇവിടെ ക്യാരക്ടറിസ്റ്റിക് അല്ലാത്തത് they are in pre-operational stage എന്നുള്ളത്. അവർ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലാണെന്നുള്ളത് തെറ്റാണ്. ഓക്കെ. Teacher planner for a particular lesson does not contain detailing of health record of a student. ഒരു ടീച്ചറിൻ്റെ കയ്യിൽ ഹെൽത്ത് റെക്കോർഡൊന്നും കാണുന്നില്ലല്ലോ. ഇല്ല. പക്ഷേ ലേണിംഗ് ഒബ്ജക്റ്റീവും കൺസെപ്റ്റും ലേണിംഗ് മെറ്റീരിയലും ഒക്കെ കാണണം. റൈറ്റ് ഓഫ് ചിൽഡ്രൻ ടു ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ ആക്ട് 2009 എക്സ്റ്റെൻഡ് ഹോൾ ഓഫ് ഇന്ത്യ എക്സെപ്റ്റ് ജമ്മു ആൻഡ് കാശ്മീർ. 2009 എഡ്യൂക്കേഷണൽ ആക്ട് റൈറ്റ് ഓഫ് ചിൽഡ്രൻ ടു ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ 2009 ആക്ട് ജമ്മു കാശ്മീർ ഒഴിച്ച് ബാക്കി ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും
എക്സ്റ്റെൻഡ് ചെയ്ത ഒന്നായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. വീഡിയോസ് ലെങ്ത് കൂടുന്നുണ്ട്. സോ ഇത്രയും ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. Okay, and all the best for your examination.